തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട മാതാപിതാക്കൾക്ക് സ്വൈര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ്. മാതാപിതാക്കൾക്ക് അയിരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം. മക്കൾ 3 പേരും ചേർന്ന് ഓരോ മാസവും 10,000 രൂപ നൽകണം. ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവ്. 2 ദിവസം മുന്നേ വർക്കല അയിരൂര് സ്വന്തം മാതാപിതാക്കളെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഗേറ്റ് പൂട്ടി ചാവി എടുത്തൊരു വാർത്ത നമ്മൾ കണ്ടതാണ്. അതായത് സ്വന്തം മക്കളാണ് ഈ മാതാപിതാക്കളുടെ അടുത്ത് ഈ ഒരു പ്രവൃത്തി ചെയ്തത്. ആ ഒരു വീഡിയോ കണ്ട ഒരു മനുഷ്യർക്കും നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ആ അച്ഛനും അമ്മയും റോഡിൽ കിടന്ന് കരയുവാണ്. ആ അച്ഛനാണെങ്കിൽ ഒരു ക്യാൻസർ പേഷ്യന്റുമാണ്. എന്തായാലും ആ ഒരു വിഷയത്തിൽ ഇപ്പൊ കളക്ടർ ഓർഡർ ഇട്ടിട്ടുണ്ട്. അവർക്ക് ആ ഒരു വീട്ടിൽ തന്നെ താമസിക്കാം. അത് മാത്രമല്ല, അവർക്ക് മാസം മാസം ചെലവിന് കൊടുക്കുകയും വേണം. പ്രത്യേകിച്ച് ഈ ഒരു 3 മക്കളും കൂടി ചേർന്ന് വേണം ഈ മാസം 10,000 രൂപ വെച്ച് ചെലവിന് കൊടുക്കാൻ. എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ട് തോന്നി. പ്രത്യേകിച്ച് ഇതിനകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഒരു ഓർഡർ നമ്മുടെ സബ് കളക്ടറാണ്. മറ്റേ ഗോപൻ സ്വാമി വിഷയത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ബോബി ആൽഫ്രഡ് എന്ന് പറയുന്ന ആ ഒരു കളക്ടറെ പറ്റിയിട്ട്, ആ കളക്ടർ ഏറ്റവും കൂടുതൽ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ ഗോപൻ സ്വാമിയുടെ വിഷയം വന്നതിന് ശേഷമാണ് പുള്ളിക്കാരൻ കൂടുതലായിട്ട് ആൾക്കാരുടെ ഇടയിലോട്ട് എത്തിയത്. എന്തായാലും ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ആ കളക്ടർ. എന്തായാലും ആ കളക്ടർ തന്നെ ഈ ഒരു ഓർഡർ ഇട്ടത്. എന്തായാലും നമുക്ക് വാർത്തയൊന്ന് കണ്ടു നോക്കാം. തിരുവനന്തപുരം വർക്കലയിൽ മകൾ വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട മാതാപിതാക്കൾക്ക് സ്വൈര്യജീവിതത്തിന് തടസ്സമുണ്ടാക്കരുതെന്ന് സബ് കളക്ടറുടെ ഉത്തരവ്. മാതാപിതാക്കൾക്ക് അയിരൂർ വൃന്ദാവനം വീട്ടിൽ താമസിക്കാം. മക്കൾ 3 പേരും ചേർന്ന് ഓരോ മാസവും 10,000 രൂപ നൽകണം. ഭക്ഷണവും മരുന്നും ചികിത്സയും മക്കൾ തുല്യമായ രീതിയിൽ ലഭ്യമാക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. ഉത്തരവ് പാലിച്ചില്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നും സബ് കളക്ടർ പറഞ്ഞു. ഉത്തരവിന് പിന്നാലെ വൃദ്ധ ദമ്പതികൾ വീട്ടിൽ താമസം തുടങ്ങി. അതായത് അവരെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള പരിപാടികൾ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നത്തിലോട്ടും. എന്തായാലും ഇത് തീർന്നിട്ടില്ല. ഇനി ഇവരുടെ പേരിലും കൂടി കേസുണ്ട്. ഈ മകളുടെ ഒക്കെ പേരിലും കൂടെ കേസ് നിലവിലുണ്ട്. സ്വന്തം അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള പോകൃത്തരങ്ങൾ കാണിക്കാൻ ഇവർക്കൊക്കെ സത്യം പറഞ്ഞാൽ എങ്ങനെ മനസ്സ് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത് മാത്രമല്ല, ഈ അച്ഛനെയും അമ്മയും പുറത്താക്കിയ ആ ഒരു സംഭവത്തിൽ ഇവരവിടെ ജനലിന്റെ അവിടെ നിന്ന് ഒളിച്ചു നോക്കുന്നു. അതായത് ഈ വീഡിയോ എടുക്കുന്ന ആൾക്കാരെയൊക്കെ ഒളിച്ചു നോക്കുന്ന ഒരു സീനുണ്ട്. അത് എനിക്കത് കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഇവർക്ക് ഉളുപ്പില്ല എന്ന് ആലോചിക്കുന്നത്. എന്തായാലും ആ വീട്ടിൽ നിന്ന് സ്വമേധയാ ഈ മകൾ അങ്ങ് മാറി കൊടുത്തിട്ടുണ്ട്. അച്ഛനും അമ്മയും തന്നെ അവിടെ താമസിച്ചു എന്നുള്ള രീതിയിൽ. എന്തായാലും ബാക്കിയോടെ കാണാം. കളക്ടറുടെ ഉത്തരവുമായി അയിരൂർ പോലീസ് എത്തുകയും വീട്ടിലേക്ക് ഇവർ താമസം തുടങ്ങുകയുമാണ് ചെയ്തത്. പ്രധാനപ്പെട്ട കാര്യം, ഈ അയിരൂർ വൃന്ദാവനം വീട്ടിൽ മാതാപിതാക്കൾ താമസിക്കുമ്പോൾ അവരുടെ സ്വൈരജീവിതത്തിന് തടസ്സമാകുന്ന രീതിയിൽ മക്കൾ പ്രവർത്തിക്കാൻ പാടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, ഈ ഓരോ മാസം തോറും 10-ാം തീയതിക്ക് മുമ്പായി 3 മക്കളും ചേർന്ന് 10,000 രൂപ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ എത്തിക്കണമെന്നുള്ളതാണ്. ഒപ്പം തന്നെ ഭക്ഷണം, മരുന്ന്, ചികിത്സയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണം ആവശ്യമാണ് എങ്കിൽ അത് 3 പേരും കൂടി ഭാഗിച്ചുകൊണ്ട് തന്നെ അതിൽ സഹായം നൽകേണ്ടതുണ്ട്. രക്ഷിതാക്കളുടെ ഈ പറയുന്ന മാതാപിതാക്കളുടെ ചികിത്സ എല്ലാം തന്നെ ഉറപ്പുവരുത്തി സംരക്ഷണം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ് ഉത്തരവിൽ പറയുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഏതെങ്കിലും രീതിയിൽ ഈ ഉത്തരവ് പാലിക്കാതിരുന്നാൽ തുടർ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നതുകൂടി ഉത്തരവിൽ പ്രധാനമായും പറയുകയും ചെയ്യുന്നുണ്ട്. വളരെ സന്തോഷം. എന്തായാലും ഈ ഒരു ഓർഡർ ഇട്ട കളക്ടറിന് ഒരു ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കുന്നത്. കാര്യം സാധാരണ ഇത്തരത്തിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ കോടതിയിൽ പോയി ഒരുപാട് കാലതാമസം എടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു പണ്ടൊക്കെ ഇങ്ങനെ ഓർഡർ കിട്ടുന്നത്. എന്തായാലും ഈ ഒരു ഓർഡർ പെട്ടെന്ന് തന്നെ നടപ്പാക്കിയതിലും വളരെ സന്തോഷമുണ്ട്. കാര്യം ഇതുപോലെയുള്ള അമ്മയും അച്ഛനെയും നോക്കാത്ത അവന്മാരായാലും അവളുമാരായാലും എല്ലാവർക്കും ഉള്ളൊരു മറുപടി ആയിരിക്കണം ഈ ഒരു കാര്യം. അതായത് സ്വന്തം അച്ഛനെയും അമ്മയൊക്കെ നടു റോഡിൽ പുറത്തിറക്കിയിട്ട് ഗേറ്റ് പൂട്ടിയിരിക്കുന്നത്. കാര്യം അടി കൊടുക്കേണ്ട ഇടപാടാണ് അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും ഇനി അവർക്ക് ആ ഒരു വീട്ടിൽ തന്നെ തുടരാം. അത് വലിയ കാര്യമായി. അത് മാത്രമല്ല, മാസം 10,000 രൂപ കൊടുക്കുന്ന ഒരു കാര്യം പറയുന്നുണ്ടല്ലോ. ഏകദേശം 35 ലക്ഷം രൂപയാണ് ഈ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് ഈ ഒരു മകള് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ആ പൈസയും കൂടെ തിരിച്ചു മേടിച്ചു കൊടുക്കണം. ഈ മാസം 10,000 എന്നുള്ള രീതി മാത്രമല്ല, ആ പൈസയും കൂടി കൊടുക്കണം ഇവർക്ക്. ഇവരുടെ പേരിൽ ആ കാശ് എടുത്ത് മേടിച്ചിട്ട് കൊടുക്കണം. കാര്യം തോന്നിയാസമല്ലേ കാണിച്ചു വെച്ചിരിക്കുന്നത്. ആ കാശ് മേടിച്ച് വെച്ചിട്ട് ഇവർക്ക് കറണ്ട് പോലും ഇല്ലായിരുന്നു. കറണ്ട് പോലും കൊടുക്കാതെ നാട്ടുകാർ പിരിവെടുത്തിട്ടായിരുന്നു അവിടെ കറണ്ട് ബിൽ അടച്ചു കൊടുത്തത് ഇവർക്ക്. എന്നിട്ട് മിനറൽ വാട്ടർ, അത് കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ പുറത്ത് പോയി മിനറൽ വാട്ടർ ആയിരുന്നു മേടിച്ചുകൊണ്ട് കൊടുക്കുന്നത്. അത്രയും തോന്നിവാസം ഇവരുടെ അടുത്ത് കാണിച്ച സ്ഥിതിക്ക് ആ പൈസയും കൂടെ മേടിച്ച് ഇവർ അക്കൗണ്ടിൽ തിരിച്ച് മേടിച്ചിട്ട് കൊടുക്കണം. അതാണ് ശരിക്കും ചെയ്യേണ്ടത്. എന്തായാലും ഈ വിഷയം ഇതോടുകൂടി തീർന്നിട്ടില്ല. ഈ മകളുടെ പേരിൽ കേസുണ്ട്. എന്തായാലും അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. അത് നമ്മുടെ കണ്ടുപോകാം. തിരുവനന്തപുരം വർക്കലയിൽ വീടിന് പുറത്താക്കിയ വൃദ്ധ ദമ്പതികളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അതായത് മാതാപിതാക്കളെ വീട്ടിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ മകൾ. വീടിന്റെ താക്കോൽ നൽകിയ ശേഷം മകളും കുടുംബവും വീട്ടിൽ നിന്ന് മാറി. മകൾ സിജിക്കും ഭർത്താവിനുമെതിരെ പോലീസ് കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. അതേസമയം ഇവരെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയതിൽ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. സുനിഷ അയ്യലൂർ നൽകും വിശദാംശങ്ങൾ. സുനിഷ, ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയായിരുന്നു ആദിൽ പാലോട് റിപ്പോർട്ട് ചെയ്തത്. അവരുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? കേസെടുത്തത് കൊണ്ട് തന്നെ മകൾ ഈ വീട് വിട്ടു നൽകാൻ തയ്യാറാവുകയാണോ? മന്ത്രി ഉൾപ്പെടെ എന്താണ് പറയുന്നത്?
വിനീത, നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ വൈകുന്നേരമായിരുന്നു ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത്. ഈ മാതാപിതാക്കളെ, വൃദ്ധ ദമ്പതികളായ മാതാപിതാക്കളെ മകൾ തന്നെ പുറത്താക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. അതിനുശേഷം പോലീസും സബ് കളക്ടറും അടക്കം സ്ഥലത്തെത്തി പലതവണ ഈ വീട്ടിലേക്ക് കയറ്റണമെന്ന് പറഞ്ഞെങ്കിൽ പോലും മകൾ തയ്യാറായില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ മരുന്നുകളടക്കം, ക്യാൻസർ പേഷ്യൻ്റായ അച്ഛനാണ് ഇവർക്ക് മരുന്നുകളടക്കം ഈ ജനലിൽ അകത്തുകൂടി പുറത്തേക്ക് നൽകുന്ന ഒരു കാഴ്ചയായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടിരുന്നത്. അച്ഛനെ കഴിക്കാനുള്ള മരുന്ന് പോലും ജനലിൽ കൂടി എടുത്തു കൊടുക്കുന്നു. ഇതുപോലൊരു വൃത്തിയായിട്ട സിറ്റുവേഷൻ ആ ഒരു അച്ഛനും അമ്മയും ഫേസ് ചെയ്തതിനകത്ത് നമ്മൾ മാപ്പ് വഹിക്കുന്നു. ഇങ്ങനൊന്നും കഴിവതും ഒരു അച്ഛനോടെയും അമ്മയോടെയും പെരുമാറാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. കാര്യം കാണിച്ചത് അങ്ങേയറ്റം തോന്നിവാസമാണ്. ഇത്രയും വളർത്തി പഠിപ്പിച്ചു, കല്യാണം കഴിച്ചു കൊടുത്തു, എന്നിട്ട് ആവശ്യത്തിന് വേണ്ട പൈസയും കൊടുത്തു, എന്നിട്ടാണ് ഈ ഒരു പോക്കൃത്തരമൊക്കെ ഇവരുടെ അടുത്തൊക്കെ കാണിക്കണത്. ഒരുപക്ഷെ ആദിലിനോട് കഴിഞ്ഞ ദിവസം തന്നെ ഈ അമ്മയും അച്ഛനും സംസാരിക്കുന്നതടക്കം നമ്മൾ കണ്ടതുമാണ്. അത്തരത്തിൽ വലിയ രീതിയിൽ തന്നെ ഷെൽട്ടറിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും പിന്നീട് ബന്ധുവീട്ടിലേക്ക് മാറ്റുകയുമായിരുന്നു ഉണ്ടായിരുന്നത്. അത്തരത്തിൽ സംരക്ഷണം ഒരുക്കുകയും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തന്നെ ഈ വിഷയത്തിൽ ഇന്ന് ഇടപെടുകയും ചെയ്തത്. കൃത്യമായി തന്നെ എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാനായിരുന്നു സാമൂഹ്യനീതി വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കണം എന്നതുകൂടി മന്ത്രി അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു വിഷയത്തിൽ പെട്ടെന്ന് തന്നെ ഇടപെട്ട മന്ത്രിക്കായാലും കളക്ടറിനായാലും വളരെയധികം നന്ദി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് പറയുന്നത്. കാര്യം ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ചെയ്യുന്നതിന് മുന്നേ എല്ലാം ആലോചിക്കണം. അതായത് അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് മാക്സിമം സ്വത്ത് മേടിച്ചിട്ട് അവരെ അങ്ങ് നേരെ വൃത്തസ്ഥാനത്തിൽ കൊണ്ടിടുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ കുറേ ന്യൂസ് ഉണ്ടായിരുന്നു ഈ ഇടയ്ക്ക് വെച്ചിട്ട്. ഈ മരുമകളുമാരുടെ ഭാഗത്തു നിന്നായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. ഇപ്പം മരുമകളൊക്കെ മാറിയിട്ട് സ്വന്തം മക്കളുടെ അടുത്ത് നിന്നാണ് ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികൾ വരുന്നത്. ഇവിടെയും ഇവർക്ക് ഇതുപോലൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ കറക്റ്റായിട്ട് കൊടുത്തില്ലെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾ ഇതുപോലെയൊക്കെയുള്ള ഒരു വാർത്തയായിരിക്കും കേൾക്കേണ്ടത്. എന്തായാലും ഇവരുടെ പേരിൽ 7 വർഷത്തേക്കൊക്കെയാണ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. കാര്യം 7 വർഷം കഠിന തടവ് കിട്ടുന്ന രീതിയിലുള്ള ശിക്ഷകളാണ് ഈ മകളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്നത്. എന്തായാലും അതും കൂടി നമുക്ക് കാണാം. പിന്നാലെ അയിരൂർ പോലീസ് ഈ മകൾക്കും മകളുടെ ഭർത്താവിനുമെതിരെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. 7 വർഷം കഠിന തടവടക്കം ലഭിക്കാൻ സാധ്യതയുള്ള തരത്തിലാണ് ആ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഏതായാലും അതിലൊരു നടപടി ഉണ്ടാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. മകൾ ഈ വീട് വിട്ടു നൽകിയിരിക്കുന്നു എന്നതാണ്. അതായത് താക്കോൽ ഇന്ന് ഈ ബന്ധുവീട്ടിലായിരുന്നു ഈ വൃദ്ധ ദമ്പതികൾ താമസിച്ചിരുന്നത്. ആ ബന്ധുവീട്ടിലേക്ക് ഇവരുടെ മകൻ താക്കോൽ കൊണ്ട് നൽകുകയായിരുന്നു എന്നതാണ്. ആ താക്കോലുമായി ഈ വീട്ടിലെത്തിയപ്പോഴാണ് മകളും മകളുടെ മക്കളും ഒന്നും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ പോലീസ് പറയുന്നത് അവർ മറ്റൊരു വാടക വീട്ടിലേക്ക് താമസം മാറിയതാകാനാണ് സാധ്യത എന്നതാണ്. കാരണം കേസ് എടുത്തതുകൊണ്ടും ഇത്തരം വലിയൊരു സംഭവം, ഇത് വലിയൊരു വാർത്തയായതുകൊണ്ടും ഏതായാലും അത്തരത്തിലൊരു കാര്യത്തിലേക്ക് വീട്ടുകാർ നീങ്ങിയതായിരിക്കും, ഈ മകളും കുടുംബവും നീങ്ങിയതായിരിക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വൃദ്ധ ദമ്പതികൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്, സുരക്ഷിതമായി കഴിയുന്നു. ഓക്കെ, സംഭവം ഇതാണ്. എന്തായാലും അവർ സേഫായിട്ട് വീട്ടിൽ തന്നെ തിരിച്ച് കയറിയിട്ടുണ്ട്. അതല്ല കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നേരം അങ്ങ് വീടങ്ങ് ഒഴിഞ്ഞ് വേറെ വാടക വീട്ടിലോട്ട് അങ്ങ് പോയി. എന്തായാലും അങ്ങ് സന്തോഷമായി. ഇനി അവിടെ തന്നെ അങ്ങ് താമസിച്ചോ. ആ വീട് എന്തായാലും അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുക്കുന്നതായിരിക്കും നല്ലത്. കാര്യം അവരുടെയും കൂടെ കാശല്ലേ ഇത്. ഏകദേശം 10-35 ലക്ഷം രൂപ എടുത്ത് തിന്നുന്ന സമയത്ത് ആലോചിച്ചില്ലായിരുന്നല്ലോ ഇതൊന്നും. എന്നിട്ട് ഇപ്പോൾ ഒരു സാഹചര്യം വന്നപ്പോൾ അവരെ വീട്ടിൽ നിന്ന് എടുത്ത് അങ്ങ് പുറത്താക്കി. അപ്പോൾ അതുകൊണ്ട് പുറത്ത് പോയി നിങ്ങൾ താമസിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ദൈവത്തെ ഓർത്ത് അവരുടെ അടുത്തോട്ട് ചെന്നിട്ട് ഇനി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലോട്ടൊന്ന് പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. പിന്നെ ഈ മക്കളെന്ന് പറയുന്ന മറ്റേ 2 ചെറുക്കന്മാരാകണ്ടാന്ന് തോന്നുന്നു. അവിടെ അവന്മാരൊക്കെ ഇവിടെ വന്നിട്ട് പ്രത്യേകിച്ച് ഈ അമ്മയും അച്ഛനെയും റോഡിൽ ഇറക്കി നിൽക്കുന്ന സമയത്ത് അവന്മാർ വന്ന് എത്തി നോക്കിയിട്ട് പോയെന്ന്. ഇതുപോലെയുള്ള വായി നോക്കികളൊക്കെ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. നിനക്കൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ സ്വന്തം അച്ഛനെ അമ്മയൊക്കെ റോഡിൽ ഇറക്കി നിർത്തും. അവിടെ അവൻ വന്ന് എത്തി നോക്കിയിട്ട് പോയെന്ന്. ഏതവനാണോ എന്തോ അതൊക്കെ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. നിന്നെയൊക്കെ എന്താണ് വിളിക്കേണ്ടതെന്ന്. എന്തായാലും ഈ ഒരു വിഷയത്തിൽ എനിക്ക് ആദ്യം സല്യൂട്ട് ചെയ്യാൻ തോന്നിയത് എനിക്ക് കളക്ടറിനെയാണ്. കളക്ടറിൻ്റെ ആ സ്പോട്ടിൽ തന്നെ ഈ ഒരു ഓർഡർ കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. സാധാരണ ഈ ഓർഡർ കിട്ടാനൊക്കെ വൈകുമെന്നൊക്കെ ആയിരുന്നു ആദ്യത്തെ ആ ഒരു വീഡിയോയ്ക്കകത്ത് ആ അമ്മയൊക്കെ പറയുന്നത്. ഏകദേശം ഒരാഴ്ചയോളം ഓർഡർ വരാനായിട്ട് താമസമുണ്ടെന്ന്. പക്ഷേ അത് എത്രയും പെട്ടെന്ന് തന്നെ അത് ശരിയാക്കി കൊടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.